ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് യോഗവും സിദ്ധിയും കുറച്ച് വായിക്കാം എന്ന് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തന്നെ സ്വയം നമുക്കെന്താ നമ്മുടെ ഉള്ളത് അതെല്ലാം ഈശ്വരൻ തന്നതാണ്. അതെല്ലാം പരമാത്മാവിൽ തന്നെ അർപ്പിക്കുക, അമ്മയിൽ തന്നെ സ്വയം പരിത്യജിച്ചെന്ന് വെച്ചാൽ നമ്മളുള്ളത് എന്താണ്, മക്കളും ഭാര്യയും കുട്ടി എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക, അമ്മയെ അർപ്പിക്കുക. എല്ലാം അമ്മ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് യാതൊന്നിനും കഴിവില്ലല്ലോ. അമ്മയെ എല്ലാം അമ്മ ഇവിടുത്തെ നാഥ, അത് ഈശ്വരനായ ആ അമ്മ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ട് എല്ലാം അമ്മയിലങ്ങ് അർപ്പിച്ചാൽ മാത്രം മതി. അവിടെ അമ്മ നന്നായി നോക്കിക്കൊള്ളും. ആ ഒരു മനോഭാവത്തിൽ എപ്പോഴും അമ്മ തന്നെയാണ് നമുക്ക് എല്ലാം 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 എന്ന് കരുതി നമ്മൾ അമ്മയെ സമർപ്പിക്കുക. അങ്ങനെ ഉള്ളപ്പോൾ എന്ത് വരും? അങ്ങനെ എല്ലാം സർവ്വം പരിത്യജിച്ച് ശാന്തിയെ ഭജിച്ചു കൊള്ളുക. നമുക്ക് ശാന്തി മതി, അമ്മ തന്നെ മതി. ആ ശാന്ത സ്വഭാവം അമ്മയെ മാത്രം മതി നമുക്ക്. അങ്ങനെ ഭജിക്കുമ്പോൾ നിനയ്ക്ക വേണ്ട, ഒന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. നമ്മുടെ കാര്യം എന്താവുമെന്ന് അവിടെ അമ്മ തന്നെ കാത്തുകൊള്ളും. നിനയ്ക്ക് വേണ്ട നിൻ്റെ കാര്യം ഏതോ അന്തരാത്മനി, നമ്മുടെ ഉള്ളിൽ, ആ അമ്മയുടെ ഉള്ളിൽ തന്നെ നിനക്ക് നന്മ വന്നിടുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അമ്മ. അപ്പം നമുക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെ ആ അമ്മ പ്രവർത്തിക്കും. നമ്മളൊന്നും അറിയേ വേണ്ട, അമ്മയിലങ്ങ് സമർപ്പിക്കുക സർവ്വതും. എന്ത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അമ്മേ, ഞാൻ ഇന്നതുപോലെ ഇന്നത്തെ ദിവസം ഇന്നതൊക്കെ കാട്ടിക്കൂട്ടി അമ്മേ, എല്ലാം അമ്മയിൽ തന്നെ, അമ്മ തന്നെയാണ് കാത്തുകൊള്ളേണ്ടത് എല്ലാവരെയും എന്ന് കരുതി അമ്മയെ സമർപ്പിക്കുമ്പോൾ നിനക്ക് നന്മ വന്നിടുന്നതിന് മാർഗം വഴി ആകവേ ധരിച്ചിടുന്നു അമ്മ ദേവി. നമ്മൾക്ക് എന്താണ് നമുക്ക് പോകേണ്ട, ഇപ്പം മക്കൾക്കായാലും ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും എല്ലാവർക്കും ഏത് വഴിയിലേക്ക് തിരിയുമ്പോഴാണ് നന്മ കിട്ടുന്നത്, ആ വഴി ധരിച്ചിടുന്ന അമ്മയ്ക്ക് അറിയാം. ആ അമ്മ അത് നോക്കിക്കൊള്ളും. സർവ്വം അമ്മ തന്നെ ചെയ്യുന്നത്, എല്ലാം അമ്മ തന്നെ നമുക്ക് ചെയ്തു തരും. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം. നിനക്കവശ്യമെന്തതൊക്കെ ഏകും അമ്പ നിശ്ചയം, അകൃത്രിമ പ്രപഞ്ച വഞ്ചികയ്ക്ക് അതിർത്തിയില്ല പോൽ, അവൾക്കകത്തുതിച്ച ദൈന്യം എത്തിടുന്നു നിങ്കലേക്ക്, അനന്തബന്ധുവാർക്ക് അമ്പ ദേവവംശ സംഭവ. നിനക്ക് ആവശ്യം എന്താണ്? നമുക്കുള്ള ദിവസം നമുക്കുള്ള ദിവസേനുള്ള കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് നമ്മളെ കുടുംബത്തിൽ, നമ്മളെ ഒരു കുടുംബത്തിൽ സർവ്വതും അമ്മയിലങ്ങ് സമർപ്പിക്കുന്നു. എല്ലാം അർപ്പിച്ചു. മക്കളെയും എല്ലാം കാര്യം നോക്കിക്കൊണ്ടേ നേരായ വഴിയൊക്കെ ആകുമ്പോൾ അപ്പോഴാ മക്കൾ ഒരു വഴികേടിനും തിരിഞ്ഞു പോകത്തില്ല, മയക്കുമരുന്നിന് അടിമപ്പെട്ട് പോകത്തില്ല. അമ്മയിൽ സമർപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ അമ്മ നോക്കിക്കൊള്ളണം. നമുക്കതിനുള്ള ശേഷിയില്ല അമ്മേ. മക്കൾ പോകത്തൊക്കെ നമ്മൾക്ക് കണ്ണുണ്ടോ കാണാൻ? അമ്മയ്ക്കാകുമ്പം ലോകം മൊത്തവും അമ്മ കാണും. എല്ലാ മക്കളും അമ്മയെടുത്ത് അമ്മ ആരെയും അങ്ങ് സമർപ്പിച്ചാൽ മതി. ആ സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് അമ്മ നോക്കുന്നത്. അപ്പോൾ അമ്മ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് അതൊക്കെ ഏകും, എല്ലാം നമുക്ക് തരും. അമ്മ നിശ്ചയമായിട്ടും തരും. എന്നിട്ടോ അകൃത്രിമ, അത് കൃത്രിമം ഇല്ലാത്തതാണ് അകൃത്രിമ. ആ അകൃത്രിമ പ്രപഞ്ച വഞ്ചികയ്ക്ക് അതിർത്തിയില്ല. അമ്മക്ക് ഒരു കൃത്രിമമില്ലാതെ നന്നായി എന്തും കാര്യങ്ങൾ നോക്കി കാണാൻ എടുക്കാനുള്ള ഒരു കപടമില്ലാതെ സർവ്വത് എന്താണെന്ന് വെച്ചാൽ നേരെ തന്നെ, അതിന് അതിർത്തിയില്ല, അതിനൊരു അതിർത്തി വരമ്പില്ല. അത്രത്തോളം അമ്മ നമ്മളെ നോക്കിക്കൊള്ളുന്നതാണ്. ഈ പ്രപഞ്ചമാണെങ്കിൽ മായയാണ്. എന്നാൽ അമ്മയിൽ ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ നമുക്ക് യാതൊരു കാപട്യവും കൂടാതെ അമ്മ സർവ്വതും എന്നുവെച്ചാൽ അതിന് അതിർവരമ്പില്ലാത്തതുപോലെ നമ്മൾ നോക്കിക്കൊള്ളും. എന്താണ് ആവശ്യങ്ങൾ ഒരു തടസ്സമില്ല. അതേസമയം നമ്മൾ തന്നെ നമ്മുടെ നോക്കാമെങ്കിൽ നാളത്തെ കാര്യം നടക്കുന്ന കാര്യമൊന്നുമല്ല, കുറേ നാൾ കഴിയണം. നമ്മളങ്ങനെ മനുഷ്യനെ ഏൽപ്പിച്ചാൽ അങ്ങനെ ഏതൊരു മനുഷ്യനെ നമ്മൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും കറക്റ്റായിട്ട് ചെയ്തു തരത്തില്ല, എന്നെങ്കിലും ആയിരിക്കും. പക്ഷെ അമ്മയ്ക്ക് അങ്ങനല്ല, അതിനൊരു അതിർത്തിയില്ല. അവിടെ ബെല്ലും ബ്രേക്കും ഒന്നുമില്ല, അമ്മ അത് നടത്തിത്തരും. അവന് യാതൊരു സംശയവുമില്ല. ഏത് കാര്യവും അമ്മ മുമ്പേ നമുക്ക് വേണ്ടത് ചെയ്തു തരും. അതാണ് അകൃത്രിമ പ്രപഞ്ച വഞ്ചികയ്ക്ക് അതിർത്തിയില്ല പോൽ, അവൾക്കകത്തുതിച്ച ദൈന്യം എത്തിടുന്നു നിങ്കലേ. നമ്മളിലേക്ക് എന്ത് വരും? നമ്മളെല്ലാം ഈശ്വരാർപ്പണമായി അമ്മയെ തന്നെ എല്ലാം അർപ്പിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കണമേ. അമ്മേ ദേവി പരാശക്തി, അമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല അമ്മേ. ഈ കുഞ്ഞിനെയും കുട്ടികളെല്ലാം എപ്പോഴും വഴി കാട്ടണമേ, നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കുള്ള ഉള്ളിനകത്തൊരു ദൈന്യഭാവം ഉണ്ടാകും. അത് നിങ്കലേക്ക് എത്തും, നമ്മളിലേക്ക് ഒഴുകി വരും. അമ്മയുടെ ആ ദയോടുകൂടി നോട്ടാൽ നമ്മൾ അങ്ങനെയാണ് അമ്മയെ കാണുന്നത്. ഒരു സ്വന്തം പെറ്റ തള്ളെ
എങ്ങനെ കാണുന്നത് യഥാർത്ഥ ഒരു മക്കൾ അതിനേക്കാൾ എത്രയോ ഉപരി ലോകമാതാവിനെ കാണുന്നത്. അപ്പോൾ ആ അമ്മ വിചാരിക്കും ആ കുഞ്ഞ് എൻ്റെ മകൾ തന്നെയാണ്, ആ കുട്ടി എന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ അമ്മയുടെ ഒരു ദയയാകുന്ന ഒരു കാരുണ്യമാകുന്ന ആ ഒരു കൃപയോടുകൂടിയാണ്. അത് അനന്ത ബന്ധു ആർക്കും, അങ്ങനെ ഒരു ബന്ധു ആർക്കും ഇല്ല. അതാണ് അമ്മ. അമ്മയുടെ ദയനീയമായ ദൈന്യം എത്തിയിടുന്ന നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ ദൈന്യത, ആ ദയയോടുകൂടിയ ആ നോട്ടം, ആ ഒരു പവർ, ആ ഭഗവാൻ അമ്മയുടെ ഒരു ശക്തി, അതെല്ലാം നമ്മളിലേക്ക് പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുമ്പോൾ എന്താ, അതുപോലെ ആരെങ്കിലും നമുക്ക് ചെയ്തു തരുമോ? ഈ ലോകത്ത് ഏത് മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ ഏത് സഹോദരങ്ങളോ അങ്ങനെ ചെയ്തു തരുന്നേ? ഈ ലോകമാതാവിനെ പോലെ ആർക്കാ കരുണയുള്ളത്, ദൈന്യതയുള്ളത് ആർക്കാ? അഥവാ ഉണ്ടെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം 2-3 ദിവസം അടുക്കടെ കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ വിവരങ്ങൾ. എന്നും എന്താ കുത്തുവാക്കളും വിഷമങ്ങളും എന്തൊക്കെയാണ് ഓരോ മനുഷ്യനെ കാട്ടിക്കൊണ്ട് ആരും മടുക്കും ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ. അപ്പോൾ എന്ത് വരും? അമ്മ മാത്രമേ ഉള്ളൂ ലോക ബന്ധുവായിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബന്ധു, മടുക്കാത്ത ബന്ധു. അമ്മയ്ക്ക് ഒരിക്കലും മക്കളെ കളയാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ സ്വന്തം മക്കളാണ് നമ്മൾ അതുപോലെ തന്നെ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അമ്മയെ സമീപിക്കണം. അമ്മയുടെ കാൽക്കൽ വന്ന് അമ്മയെ പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് എപ്പോഴും സ്നേഹത്തോടുകൂടി അമ്മയെ എന്ത് കാര്യങ്ങളും അമ്മയെ എല്ലാം അർപ്പിക്കുക. എന്ത് ചെയ്യുന്നു അതൊക്കെ അമ്മയെ അർപ്പിച്ചിട്ട് നമ്മൾ എന്ത് ഗുണവാനും ദോഷമാനും അല്ല അമ്മയെ ഞാൻ നിന്നതുപോലെ ചെയ്തമ്മേ, അതിനു വേണ്ടി വിഷമമാണെങ്കിൽ അത് നമ്മൾ വിഷമിക്കണം. അയ്യോ അമ്മ ഞാൻ അറിയാതെ ചെയ്തു പോയെന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ട പശ്ചാത്തപിച്ച് അമ്മയെ തന്നെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുകുമ്പോൾ അമ്മയ്ക്കുള്ള ഉള്ളിൽ നിന്ന് ദയനീയമായൊരവസ്ഥ നമ്മളിലേക്ക് വരും. അതാണ് അവൾക്ക് അകത്തുദിച്ച, അമ്മയുടെ അകത്തുദിച്ച ആ ദയനീയത, അത് നമ്മളിലേക്ക് നിങ്കലേക്ക് അനന്ത ബന്ധു ആർക്ക്, ഇത്രയും ഒരു ബന്ധു ആർക്കാ ഉള്ളത്? ഈ അമ്മയെപ്പോലെ അംബ ദേവ വംശ സംഭവ അങ്ങനെയുള്ള അമ്മയുടെ പാദത്തിൽ വന്ന് നമുക്ക് ഇരിക്കണം, അമ്മയോട് ചേർന്നിരിക്കണം. ഇത് യോഗമാണ്. നമ്മളങ്ങനെ ചേരാനുള്ള ഒരു യോഗമായി നമ്മളങ്ങനെ ആയിത്തീരണം. ദിവ്യപാണി കൊണ്ടു താങ്ങിടുന്നു നിന്നെ അമ്പ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളുടെ വിഷമങ്ങളോ വേദനകളോ ഒന്നും നമുക്ക് ലേശത്തേൽ എന്താ, കാരണം അമ്മയുടെ ദിവ്യമാകുന്ന പാണി, ആ ദിവ്യ ജ്യോതിസായിരിക്കുന്ന അമ്മയുടെ കൈ ദിവ്യ പാണി കൊണ്ട് താങ്ങിയിടുന്നു. നമ്മുടെ ദുഃഖങ്ങളെല്ലാം അമ്മ വഹിക്കുന്നു, താങ്ങിക്കൊള്ളുന്നു. നമ്മുടെ വേദനകളും വിഷമങ്ങളെല്ലാം അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ പാദത്തിൽ നിന്ന് നമ്മൾ വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോൾ അമ്മ നമ്മളെ താങ്ങിക്കൊള്ളും. അമ്മയുടെ ദിവ്യമാകുന്ന പാണി കൊണ്ട്, ദിവ്യ പാണി കൊണ്ട് താങ്ങിയിടുന്നു നിന്നെ അമ്പ. നീ ഹവ്യവാഹ സന്നിഭം വിളങ്ങിടുന്നു തൽക്കരി. ആ അമ്മയുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അമ്മയുടെ ദിവ്യമാകുന്ന പാണി കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുമ്പോൾ ഹവ്യവാഹ സന്നിഭം വിളങ്ങിടുന്ന തൻ കരി. അമ്മയുടെ കയ്യിൽ നമ്മൾ ഇരുന്നു കൊണ്ട് തിളങ്ങുന്നു. അമ്മ തിളങ്ങുന്നത് പോലെ ഒരു മക്കളെ തിളക്കും. സ്വന്തം പൈതലാവണം, നമ്മൾ സ്വന്തം അമ്മയുടെ കുട്ടിയാകണം. നമ്മൾ അമ്മയുടെ ഒരു കുഞ്ഞാകണം, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ഒരു പൊടി കുഞ്ഞ്. ഇനി എത്ര വയസ്സ് എന്ന വല്യമ്മമാരായാലും നമ്മളുടെ കുഞ്ഞിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? നിഷ്കളങ്കമായ ഹൃദയം, മനസ്സിൽ യാതൊരു കാപട്യമില്ലാത്ത മനസ്സ്. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിപ്പരം വേറൊന്നും വേണ്ട. ആ ഒരു മനസ്സോട് ചെന്നെങ്കിൽ ഇരുന്നാൽ മതി. നമ്മളെ ഉള്ളിൽ കുശുമ്പോ കുന്നാമത്തോ ഒന്നും ഇല്ലാത്തൊരു നിഷ്കളങ്ക ഹൃദയം ഉണ്ടെങ്കിൽ വയസ്സല്ല അവിടെ നോക്കുന്നത്, വർഷമല്ല നോക്കുന്നത്, നമുക്ക് എന്ത് പ്രായവും നല്ല ചിന്തിക്കാം. പക്ഷേ മനസ്സ് ഹൃദയമാകുന്ന ആ ഹൃദയത്തിലെ വിശാലത, ആ എന്താ പറയുക, കാപട്യം, നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ടോ? അപ്പോഴമ്മ എന്ത് ചെയ്യും? ഹവ്യവാഹ സന്നിഭം വിളങ്ങിടുന്നു തൽക്കരി. അമ്മയുടെ ആ കയ്യിൽ തന്നെ ഇരുന്ന് നമ്മളിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അമ്മ നമ്മളെ തിളക്കിക്കൊണ്ടിരിക്കും. അമ്മയുടെ ദിവ്യപാണിയാണ് നമ്മൾ താങ്ങിക്കുന്നത്. എപ്പോഴും നമ്മൾ തന്നെ അമ്മയുടെ ദിവ്യപാണി കൊണ്ട് സ്പർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ എങ്ങനെ തിളങ്ങുന്ന ലോകത്ത് മാതാവ്, അതുപോലെ ആ സ്വന്തം മകളായ നമ്മളെ, അല്ലെ മകനോ മകളോ ആയിക്കൊള്ളട്ടെ, അവരെ അമ്മ തിളക്കിക്കൊണ്ടേയിരിക്കും. എങ്ങനെ തിളക്കും? നല്ല ഹൃദയശുദ്ധി ഉണ്ടല്ലോ. ഹൃദയശുദ്ധി ഉള്ളവരാണല്ലേ അമ്മയുടെ ചെന്നിരിക്കാൻ പറ്റൂ. ഇതുപോലെ എല്ലാ നല്ല മനസ്സോടും അതായത് ശുദ്ധമായ ഹൃദയത്തോട് ചെന്നിരിക്കുമ്പോൾ അമ്മ തന്നെ അകത്തുദിച്ച ദൈന്യമുണ്ട്. അമ്മയുടെ ഉള്ളിലെ ആ ദൈന്യം അത് നമ്മളിലേക്ക് വരും. അമ്മ ആ നല്ല വിശുദ്ധമായ പാണി കൊണ്ട് നമ്മളെ താങ്ങുമ്പോൾ അമ്മയുടെ പ്രകാശം മക്കളിലേക്ക് വരും. ആ ദയനീയമായ അകത്തുദിച്ച ആ ശക്തി സ്വരൂപിണിയുടെ അകത്തുദിച്ച ആ ദൈന്യതയോടുകൂടിയ ആ പ്രകാശം അമ്മ താങ്ങുമ്പോൾ അമ്മയുടെ കയ്യിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും. അപ്പോൾ നമ്മളും അമ്മ പോലെ ഇത് അമ്മയുടെ മകൾ തന്നെയാണ് എന്ന് പറയും. എങ്ങനെയാ ആ തിളക്കം? അതാണ് ദൈന്യം. അവൾക്കകത്തുദിച്ച അമ്മയുടെ ഉള്ളിലുള്ള
ആ ദൈന്യം എത്തിടുന്നു നിങ്കലേ നിന്നിലേക്ക് അനന്തബന്ധു. ഇതുപോലെ ഒരു ബന്ധു ആരാ ലോകത്ത് ആർക്കാ ഉള്ളത്? അമ്മയല്ലാതെ. അതുകൊണ്ട് നിങ്കലേക്ക് അനന്തബന്ധു ആർക്ക്? അമ്പ ദേവവംശ സംഭവ. ഇതുപോലെ ആർക്കാ ഇങ്ങനെ ബന്ധുവിനെ ഇങ്ങനെ അമ്മയെ കിട്ടുന്നത്? അത് നമ്മളത് മനസ്സിലാക്കി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമല്ലേ മക്കളെ? നമ്മുടെ അമ്മ ലോകത്ത് ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി കളയുമല്ലോ. നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ എത്രയോ വർഷം കഴിഞ്ഞ് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ മാതാവിനെ അറിയുന്നുണ്ടോ? നമ്മുടെ പിതാവിനെ അറിയുന്നു. യഥാർത്ഥ പിതാവും യഥാർത്ഥ മാതാവാണ്. നമ്മൾ ഉള്ളം കൊണ്ട് അറിയണം. നമ്മുടെ യഥാർത്ഥ മാതാവാണ് അമ്മ, ലോകമാതാവ്. യഥാർത്ഥ പിതാവാണ് അതായത് ഈ ലോകപിതാവ്. ആ പിതാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. നമ്മളൊന്നും അറിയാതെ ഈ ലോകത്ത് നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈശ്വരനെ അറിയുന്നില്ല. അറിഞ്ഞാലും യഥാർത്ഥമായി അറിയുന്നില്ല. എന്തൊക്കെയോ ഈശ്വരൻ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഷമങ്ങളോ വേദനകളോ ആ പിതാവിനടുത്തോ മാതാവിനടുത്തോ നമ്മൾ പറയാറില്ല. ഉള്ളഴിഞ്ഞ് പറയുന്നില്ല. അങ്ങനെ ഇഴിഞ്ഞിറങ്ങുന്ന ഒരു ഭക്തിയോടുകൂടി അമ്മയെ അങ്ങനെ വിളിച്ച് പറഞ്ഞ് കരഞ്ഞ് ഏങ്ങി കരയുമ്പോഴാണ് ആ മാതാവ് അവിടുത്തെ അകത്തൊതിച്ച ദൈന്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന പ്രവഹിക്കും. അപ്പം നമ്മളും അമ്മയെപ്പോലെ തിളങ്ങുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് സത്യമായ കാര്യമാണ്. നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്നിട്ടോ ഹവ്യവാഹ സന്നിഭം വിളങ്ങിടുന്നു തൽക്കരി. അമ്മയുടെ കയ്യിൽ നമ്മൾ തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വിശ്വകാര്യം ദൃശ്യം. ഈ വിശ്വത്തിൻ്റെ കാര്യങ്ങൾ ദൃശ്യം. നമുക്ക് ഈ വിശ്വത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം അമ്മ നമുക്ക് തന്നുകൊണ്ടിരിക്കും. വിശേഷം ആശയം എന്തെല്ലാം ഇവിടുത്തെ വിശേഷമുണ്ടോ നമ്മുടെ ഉള്ളിൽ ആശയം, അതെല്ലാം അമ്മ തന്നെ തന്നിരിക്കും. ആശയെല്ലാം അമ്മയിലേക്ക് അർപ്പിച്ചാൽ മതി. നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ നോക്കിക്കൊള്ളും. അതുപോലെ നമ്മൾ വിശ്വസിച്ച് അർപ്പിക്കുക. ഉറച്ച മനസ്സ് നമ്മുടെ അമ്മ തന്നെയാണ്. അമ്മ മക്കൾക്കെല്ലാം വേറെ അങ്ങനെ കൊടുക്കുക. നമുക്കറിയാം, ഒരു പൊടി കുഞ്ഞിനെ ഒരമ്മ പ്രസവിച്ചാൽ ആ അമ്മയ്ക്ക് അറിയാം കുഞ്ഞിന് ഇന്ന സമയത്ത് ഇന്നത് കൊടുക്കണം, ഇന്ന സമയത്ത് ആ കൃത്യനിഷ്ഠങ്ങളിൽ മരുന്നും അതിൻ്റെ വേണ്ടുന്ന ആഹാരങ്ങൾ എല്ലാം കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അത് അമ്മയ്ക്കറിയാം. അതുപോലെ ലോകമാതാവായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അമ്മയായിരിക്കുന്ന അമ്മയ്ക്കറിയാം നമുക്ക് സമയാസമയങ്ങളിൽ എന്താ വേണം. ജോലി വേണോ, ജീവിതത്തിൽ വീട് വേണോ, എന്താ വേണ്ട സമയങ്ങൾ അമ്മയ്ക്കറിയാം. അത് നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ മതി, സർവ്വം സമർപ്പിച്ചാൽ മതി. നമ്മളെ നോക്കിക്കൊള്ളണേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. അമ്മയെ ബന്ധുവായ അമ്മ തന്നെയേ ഉള്ളൂ. വേറെ ആരാ നമുക്കുള്ളത്? ഒരു മനുഷ്യനെ നമുക്ക് നമ്പാൻ കൊള്ളത്തില്ല. ഒരുത്തരും നിൽക്കത്തില്ല. സ്വന്തം മക്കളും കാണത്തില്ല. ആരും കാണത്തില്ല. അവസാനം അനാഥാലയം തന്നെയായിരിക്കും. അവിടെ എത്തിപ്പെടുമെന്ന് ആർക്കറിയാം? എത്രയോ പേരെ ആ വെട്ടിക്കൊല്ലുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആരാ ബന്ധുവായുള്ള അമ്മയല്ലാതെ? അതുകൊണ്ട് വിശ്വകാര്യമേ ദൃശ്യം വിശേഷം ആശയേമുത. നമ്മുടെ വിശേഷങ്ങളെല്ലാം ആഗ്രഹം അനുസരിച്ച് അമ്മയെ തന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി. ക്ലേശപാശനാശിനി. എന്ത് ക്ലേശമുണ്ടെങ്കിലും അതെല്ലാം നശിപ്പിക്കുന്ന അമ്മ. നമ്മുടെ ദുഃഖദുരിതങ്ങളെല്ലാം ക്ലേശപാശനാശിനി. എന്ത് കൊണ്ട് കെട്ടിവെച്ച നമ്മളെ കൊണ്ട് ഇറുക്കി പിടിച്ച് എന്തെല്ലാം ദോഷമുണ്ടോ അതെല്ലാം അമ്മ അഴിച്ച് അവിടെല്ലാം വെടുപ്പാക്കി വൃത്തിയാക്കി ക്ലേശ ദുരിതങ്ങളെല്ലാം അഴിച്ചങ്ങ് കളയും. നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും അതെല്ലാം കളഞ്ഞ് തീർത്തിട്ട് നമ്മളെ ദയാബുദ്ധിയും ഭജിക്കുന്ന അങ്ങനെയുള്ള അമ്മയെ, ദയയായിരിക്കുന്ന ദയോടുകൂടിയ അമ്മയെ നമ്മൾ ഭജിച്ചാൽ മാത്രം മതി. അതാണ് വിശ്വകാര്യം ദൃശ്യം വിശേഷം ആശയേമുത. ക്ലേശപാശനാശിനിയും ദയാബുദ്ധിയും ഭജിക്കുന്ന ആ ദയോടുകൂടിയ അമ്മയെ നമ്മൾ ഭജിക്കുക. എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമുക്ക് വേറൊന്നും വേണ്ട, അമ്മ മാത്രം മതി. പിതാവും മാതാവോട് ചേർന്ന് തന്നെയാണ് പരമാത്മാവ്. അതിനെ നമ്മൾ ഇപ്പം വിദ്യാരൂപിണി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി അമ്മ, കാരണം മാതാപിതാ ഗുരു എന്നല്ലേ പറയാം. അപ്പം നമുക്ക് ആദ്യം അമ്മ തന്നെയാണല്ലോ അച്ഛനെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ അമ്മ മക്കളെ അമ്മ എന്നൊക്കെ പഠിപ്പിക്കുന്ന അമ്മ തന്നെയാണ് മുന്നേ. അതുകൊണ്ടാണ് ഇവിടെ അമ്മയ്ക്ക് വിദ്യയ്ക്ക് കൊടുത്തത്. അറിവ്, ആ അമ്മ അത് രണ്ടക്ഷരം. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ആരാദ്യമേ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയല്ലോ ആദ്യത്തെ ഗുരു. അതുകൊണ്ട് നമുക്ക് ഇവിടെ അക്ഷരങ്ങൾ പഠിക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയെ സമർപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും അമ്മ തന്നെയാണ് ആദ്യത്തെ ഗുരു. അമ്മ പ്രസവിച്ച അമ്മയും തന്നെയാണ് ആദ്യം ഒരക്ഷരം പറഞ്ഞു തരുന്ന ഗുരുവും തന്നെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ അമ്മ മാത്രം എടുത്ത് ഇതൊക്കെ വിദ്യയാണ്. ഇത് നമ്മളെ അറിവ്, അമ്മയുടെ സഹായം, ഇതെല്ലാം നമുക്ക് അറിയാനും നമ്മൾ തിളങ്ങാനും. അമ്മയുടെ ദിവ്യ പാണി കൊണ്ട് നമ്മളെ ആ കരത്തിൽ നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മളെ അമ്മയെപ്പോലെ വിളങ്ങിക്കും. ആ പ്രകാശം നമ്മളിലേക്ക് ഉദിക്കണമെങ്കിൽ അമ്മയുടെ കരം വേണം നമ്മളെ ഉള്ളിൽ. അവിടുന്ന് ആ ദയനീയമായ ആ നോട്ടത്തിൽ കൂടി നമുക്ക് അവിടുത്തെ അമ്മയുടെ കൃപ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമുക്കും അമ്മയെപ്പോലെ ആകാം. അപ്പോൾ പറയാം, അമ്മയുടെ മോള് തന്നെയാണ്. നമ്മൾ എല്ലാവരും പറഞ്ഞില്ലേ, ഇന്നാരെ പ്രസവിച്ച് അമ്മയെപ്പോലെ ഇരിക്കുക, അതല്ലെങ്കിൽ അച്ഛനെ പോലെ ഇരിക്കുക എന്ന് പറയത്തില്ലേ. അപ്പോൾ എല്ലാവരും അന്നേരം പറയും, നമുക്കൊന്ന് കേൾക്കാം, അമ്മയെപ്പോലെ അവർ അമ്മയെപ്പോലെ ഇരിക്കുക എന്ന് പറയത്തില്ലേ. എന്താ അത് കാരണം? ആ മഹാമായിരിക്കുന്ന ആ പരാശക്തിയുടെ ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുമ്പോഴാണ് നമ്മൾ അമ്മയെപ്പോലെ എന്ന് പറയുന്നത്. അതാണ് എല്ലാ മക്കളെ. ഇത് നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്ക്. നമ്മളതായി തീരുക. അല്ലാതെ നമ്മൾ വെറുതെ വായി നോക്കി വീട്ടിൽ കുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല.
വെറുതെ ജീവിച്ച് മൃഗങ്ങളെ പോലെ പോകാൻ നമുക്കും ഈശ്വരനോട് ചേർന്ന് ഒരു യോഗം നമുക്കും വേണ്ടി യോഗവും സിദ്ധി. അപ്പം നമ്മളിങ്ങനെ യോഗം ആയി വരുമ്പോൾ നമുക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ അമ്മ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് സിദ്ധി പോലെ ഇന്നതുപോലെ വരുന്ന സംഭവം അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ഉള്ളിൽ നിന്നത് ഉദിച്ചു വരും. എന്താ കാരണം? ഉള്ളിൽ ആരായിരിക്കുക? അമ്മ. ആ അമ്മ നമുക്കെല്ലാം കാട്ടും. അപ്പം നമുക്ക് നല്ല തിളക്കം ഉണ്ടാവും. അപ്പോഴും എല്ലാവരും പറയും ആ കുട്ടിയോ അല്ലെങ്കിൽ ആ തള്ളയോ അവർ ഭയങ്കര സാധനം, അവർ അമ്മയെപ്പോലെ അവർ മിടുക്കിയ അമ്മയെപ്പോലെ ഇരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ അച്ഛനെ പോലെ ഇരിക്കുന്നു. ആ മോൻ എത്ര ഭാഗ്യമാണെന്ന് പറയാം. ആ പ്രസവിച്ച തള്ളയാണെങ്കിൽ ആ തന്തയെ പോലെ ഇരിക്കുന്നത് എന്ന് പറയില്ല. അപ്പോൾ പിതാവായ ദൈവത്തെ പോലെ ഇരുന്നാലും മതി. അവിടെയും പ്രകാശമാണല്ലോ, ഈശ്വരൻ്റെ ചൈതന്യമാണല്ലോ. അപ്പോൾ ചൈതന്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് പിതാവിനെ പോലെയാ. അമ്മയുടെ പ്രകാശം നമ്മളുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ ശക്തി തന്നെയാണ്. ആ മോക്കം ആ ശക്തി സ്വരൂപിയുടെ അതെല്ലാം ചായ ആ കുട്ടിക്കും ഉണ്ട്. നമ്മളങ്ങനെ ആകണം, മറ്റുള്ളവരെ കൊണ്ടത് പറയിപ്പിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ വെട്ടം പൊട്ടിച്ച് പറയുന്നത് വെച്ചാൽ ഒത്തിരിയോടൊക്കെ നന്നായി ഒന്ന് മനസ്സിലാക്കണം എന്ന് ഓർത്താൽ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം ഇല്ലാത്തതെങ്കിലും ഞാൻ ധരിക്കുന്നത് മക്കളത് മനസ്സിലാക്കണം. നമ്മൾ അമ്മയെ പോലെ ആകണം, അച്ഛനെ പോലെ ആകണം. ലോകമാതാവാണ് നമ്മുടെ അമ്മ, ലോകപിതാവാണ് നമ്മുടെ അച്ഛൻ. അച്ഛനെ പോലൊരു മകനാകണം, അമ്മയെ പോലൊരു മകനും ആകണം. നമ്മളങ്ങനെ ആവാൻ ശ്രമിക്കുക. എല്ലാ ആമക്കളും പെൺമക്കളും എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.